St. Joseph's Model CGHS, and I'm from Nadathara. Okay. Oh, പുതിയ admission. Okay, good. അപ്പോ ഇത്രയും കാലം കുറച്ചു കാലമായി നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇതില് കൂട്ടത്തില്? No, sir. അപ്പോ അറിയോ പോർഷൻസ് എവിടെ എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ? ഓക്കെ സർ. നമുക്ക് നോക്കാം. ഓക്കെ, ലാപ്ടോപ്പ് റെഡി ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ആള്. ഒരാളെയും കൂടെ ഞാൻ കണ്ടു. റൂൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ മാം? വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോ ഞാനിപ്പോ വീഡിയോ ഓൺ ആക്കാത്ത, ഞാൻ മൊബൈലിലാണ് ഇപ്പൊ കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. ലാപ്ടോപ്പ് ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ അതൊക്കെ ഓൺ ആക്കി വെക്കുക. മറ്റേ ആള്, രണ്ടാമത്തെ ആള് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. Come on. Hello sir, my name is Samima. Okay. അപ്പോ നമ്മൾ അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞുതരാം. ലിവിംഗ് വേൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, NCERT ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. 3rd ചാപ്റ്റർ പ്ലാൻ കിങ്ഡം നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ 4th ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് 2 ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നിച്ചെടുക്കുന്നത് എന്നുള്ളത് പറയുന്നത് നിങ്ങൾക്കറിയാം. ബയോളജി എന്ന് പറഞ്ഞ സാധനം ബോട്ടണി, സുവോളജി ഇങ്ങനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടാണ് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് ബയോളജി മൊത്തം എടുക്കുന്നത് ഞാനാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴും സുവോളജി സെപ്പറേറ്റും ബോട്ടണി സെപ്പറേറ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് സുവോളജിയിൽ ഒരു ചാപ്റ്ററും ബോട്ടണിയിൽ ഒരു ചാപ്റ്ററും കണ്ടിന്യൂസ് ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കി സ്ക്രീൻ ഓൺ ആക്കുന്നവരേക്ക് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ കുറച്ച് ഇന്ററാക്ഷൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, സോ what are the peculiarities of organisms under animal kingdom? ആരെങ്കിലും? എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഒരറ്റത്തുനിന്ന് വിളിച്ചു തുടങ്ങാം. എന്നാലും പറയൂ. യദുശ്രീ പറയൂ. what are the peculiarities of animals അല്ലെങ്കിൽ organisms under kingdom Monera? They're unicellular prokaryotic organisms. Prokaryotic, okay. All unicellular prokaryotic organisms comes under kingdom Monera. Okay, what about Protista? അടുത്ത ആള് സഫ. പെട്ടെന്ന്. Hello. പറയൂ. What is the peculiarities of organisms under kingdom Protista? What is the feature? What are the features of organisms under kingdom Protista? കേൾക്കുന്നില്ല, വോയിസ് കട്ടാവുന്നു. ഓക്കെ, കൂൾ. കുഴപ്പമില്ല, നമുക്ക് കാര്യം ചെയ്യാം. Kingdom Protista. What are the features of Kingdom Protista? പെട്ടെന്ന് വേറെ അടുത്ത ആൾ. ഓക്കെ, come on. സഹമ പറയൂ. They are eukaryote. Eukaryote. Unicellular, autotrophic and heterotrophic. All eukaryotic unicellular organisms are under kingdom Protista. ശരിയല്ലേ? With an exception of just one organism, which is yeast, which comes under kingdom fungi. In kingdom fungi ne kurichum and plant ne kurichum parayanda. Just directly go to the next one. Ihsan, come on. What are the features of organisms under kingdom Animalia? Animalia? Animalia. Multicellular, eukaryotic.
eukaryotic, heterotrophic nutrition. Heterotrophic, unicellular, multicellular, heterotrophic, eukaryotic. ഈ ഫീച്ചർ ഉൾപ്പെടുന്ന വേറെ ഏതെങ്കിലും കിങ്ഡം ഉണ്ടോ? സ്വര, കമോൺ. They lack zinc cell wall. Yes. അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കിങ്ഡം ഫംഗൈ അവിടെ പെടും, ശരിയല്ലേ? കിങ്ഡം ഫംഗൈ is also multicellular, eukaryotic, heterotrophic, basically parasitic or saprophytic. So ഇവിടെ നമ്മൾ പറയുന്ന ആനിമൽ കിങ്ഡത്തിനെ കുറിച്ച് പറയുന്ന അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇനിയും പറയാൻ പോകുന്ന കാര്യം they are multicellular, they are eukaryotic and they are heterotrophic, mostly holozoic nutrition. വായിലൂടെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, മോസ്റ്റ്ലി ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓക്കെ, സോ ആനിമൽ കിങ്ഡത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡിസ്കഷൻ അല്ല നമുക്ക് ചാപ്റ്ററിൽ ഇന്നുള്ളത്. അന്നത്തെ പോലെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷൻ തരുന്നതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. എനിക്ക് എന്തൊക്കെയാ പറഞ്ഞു തരേണ്ടത് അങ്ങനത്തെ കാര്യം. മീൻസ് ഇപ്പൊ കിങ്ഡം പ്ലാന്റിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഞാൻ തന്നായിരുന്നു, ശരിയല്ലേ? ആ ഒരു ബേസിക് ഐഡിയന്റെ കാര്യത്തിൽ പുതിയ വന്ന രണ്ടാൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഓക്കെ, നിങ്ങൾ എന്തായാലും രണ്ടുപേരും, ഞാൻ ഡെല്ലിനോട് മാത്രമല്ല പറഞ്ഞത്, മറ്റേ ആളും കോണ്ടാക്ട് ചെയ്യാം എന്നെ. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് എത്തിയത്, എന്തൊക്കെയാണ് എടുത്തത്, എന്തൊക്കെയാണ് നിങ്ങൾ വായിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കൂൾ, അത് നമുക്ക് ശരിയാക്കാം. സോ കിങ്ഡം ആനിമേലിയ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈ കിങ്ഡം ആനിമേലിയ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ്, ഹൗ വി ആർ ക്ലാസിഫൈങ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റ്, ഹൗ വി ആർ ക്ലാസിഫൈങ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റിനെ നമ്മൾ 5 ആയി ക്ലാസിഫൈ ചെയ്തിരുന്നു: താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പെർമ ആൻഡ് ആൻജിയോസ്പെർമ, ശരിയല്ലേ? ഹൗ? ബേസ്ഡ് ഓൺ ദെയർ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്, അല്ലേ? Based on the alternation of generation they are doing, based on the characteristics of their reproductive cycle, based on their plant cycle, whether they are haplontic cycle or diplontic cycle or haplodiplontic cycle. Okay, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി അതിനെപ്പറ്റി പറഞ്ഞാണ്ട് പുതിയ ആൾക്കാർ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ ആനിമൽ കിങ്ഡത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? There are how many phyla are there in kingdom Animalia? GK അല്ലെങ്കിൽ മുമ്പ് പഠിച്ചതോ ഇപ്പൊ ക്ലാസ്സിൽ എടുക്കുന്നതോ ആയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കുകയാണ്. എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റും നോക്കാം. 11 ആണോ സർ? 11 ആണോ? ഓക്കേ, 11 ആണോ? എവിടെ പറഞ്ഞു? ആരാ പറഞ്ഞേ 11 ആണ്? മീൻസ് എവിടെ കേട്ടത്? അത് ഞാൻ ചോദിച്ചു. സ്കൂളില്. ഓക്കേ, ഗുഡ്. സോ 11 kingdoms, 11 phylums of Animalia, kingdom Animalia, they are the major phyla. Okay, actually there are like 24 phyla. അതിൽ 11 മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. സോ വി ആർ ലക്കി. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉള്ളതിൽ കുറച്ചേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ വളരെ കുറച്ച് എണ്ണത്തിന് ഫൈലങ്ങളെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം. ആ ഫൈലത്തിന്റെ പേര് കൂടെ ഒന്ന് പറഞ്ഞേ എന്തായാലും. അല്ല, അവൻ പറഞ്ഞ ആളാരാ? ഡെൽന. ആ പറയൂ. അപ്പൊ ആ ഫൈലത്തിന്റെ പേര് കൂടെ പറയൂ. ശ്രമിച്ചു നോക്കാം, എത്ര കിട്ടും നോക്കാം. ഓർഡർ ഒന്നും വേണ്ട, തോന്നിയ പോലെ പറഞ്ഞാൽ മതി. പോറിഫറ, സീലിൻഡ്രേറ്റ, ടെനോഫോറ. പഴയ പേരാണ്, നിഡേറിയ എന്ന് വിളിക്കണം. ഓക്കെ, നിഡേറിയ, ടെനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ്ലിഹെൽമിന്തസ്, മൊളുസ്ക, ആനിലിഡ, ആർത്രോപോഡ, then hemichordata, chordata, very good. chordata, എന്നൊരെണ്ണം കൂടി ഉണ്ട്. chordata, chordata കഴിഞ്ഞില്ലേ? 11 ആയോ? അല്ലേ, ഒരെണ്ണം കൂടി ഉണ്ട്. പറഞ്ഞോ? എക്കിനോഡെർമേറ്റ. ആ, അപ്പോ എല്ലാവരും പഠിക്കാനുള്ള
ഈ സാധനങ്ങൾ ഇത്രയാണ് കിങ്ഡം ആനിമേലിയയിലുള്ളത്. ഞാനത് ഡിസ്പ്ലേ ചെയ്യാം. വർക്കിംഗ് ഓൺ ദ ഓക്കെ. അപ്പോ ഇതിന്റെ പേരുകൾ ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് ഡെല്ലനോട് ഞാൻ പറഞ്ഞത് ഓർഡർ പഠിക്കേണ്ടെന്നാണ്. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഓർഡർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പോറിഫെറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. ഇതിൽ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് കിങ്ഡം നിങ്ങൾക്ക് ഏത് ഫൈലോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തതില്ല. ഏത് ഫൈലും സിംപ്ലർ ദാൻ അതർ ഫൈലോ അല്ല. ഏത് ഫൈലും മോർ പ്രോമിനന്റ് ദാൻ അതർ ഫൈലോ അല്ല, എക്സെപ്റ്റ് കോഡേറ്റ. കാരണം മനുഷ്യന്മാർ അവിടെ വരുന്നുണ്ട്. എപ്പോഴും മനുഷ്യന്മാർ ഭയങ്കര എന്താ പറയാ സെൽഫിഷ് ആണ്. അവരുടെ കാര്യങ്ങൾ അവർ നല്ല പോലെ എപ്പോഴും പറയും. അതുകൊണ്ട് ഈ ചാപ്റ്ററിന്റെ പകുതി ബാക്കിയുള്ള എല്ലാം ബാക്കി പകുതി കോഡേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിവേ സോ why there is porifera, why there is nidaria, why there is ctenophora. ഇതിനൊക്കെ എന്താണ് ഇവർ, what is the basis of classification? So what is the basis of classification in plants? പറയൂ സഫ. പ്ലാന്റ് കിങ്ഡത്തിന് 5 ഡിവിഷൻസ് ആയി ഡിവൈഡ് ചെയ്തത് എങ്ങനെയാ? റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, ശരിയല്ലേ? വോയിസ് ക്ലിയർ ആയി വന്നില്ല. ഓക്കെ, എനിവേ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ സോ ഹൗ ഈസ് ആനിമേലിയ ഡിവൈഡ്? സോ ആനിമേലിയന്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ആ ഒരു ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കാണിച്ചു തരുന്നില്ല. ഒരുപാട് സ്ലൈഡോ ഒരുപാട് സാധാരണ കാണിക്കുന്ന പോലെ കുറെ ചിത്രങ്ങളോ കുറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ഞാൻ പറയുന്നത് കുറെ കോൺസെപ്റ്റ്സ് മാത്രമാണ്. ഈ ഇത്രയും ഫീച്ചേഴ്സ് പ്ലാന്റ്സിനെ പോലെയല്ല, ലിറ്റിൽ മോർ കോംപ്ലെക്സ്. ഇത് എപ്പോഴും നിങ്ങളുടെ നാവിന്റെ തുമ്പിൽ ഉണ്ടായിരിക്കണം. What are the features by which animal kingdom is divided? Arrangement of cells, body symmetry, embryonic cell layers, nature of coelom, pattern of digestive system, pattern of circulatory system, reproductive features, developmental features, and finally note of order. So presence or absence of note of order. ഇതിൽ എന്താണ് ഓരോന്ന്? ആദ്യം നമ്മൾ അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് എന്താന്ന് നോക്കാം. സോ വാട്ട് ആർ ദ അറേഞ്ച്മെന്റ്സ് ഓഫ് സെൽസ്? സോ വി ഓൾ ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്, ശരിയല്ലേ? വാട്ട് ആർ വി മേഡ് അപ്പ് ഓഫ്? ഞാൻ അപ്സൈഡ് ഡൗൺ ആണോ? ഞാൻ എഴുതിയിട്ടുള്ളത് അപ്സൈഡ് ഡൗൺ ആണോ കാണുന്നത്? എനിക്ക് സ്ട്രൈറ്റ് ആയിട്ടാണല്ലോ കാണുന്നത്. മിറേഡ് ആയിട്ടാണോ കാണുന്നത്? അങ്ങനെ അത് ശരി, എനിക്കിവിടെ കറക്റ്റ് ആയിട്ടാണോ കാണുന്നത്? അത് ആദ്യം പറയണ്ടേ? കൊള്ളാം, താങ്ക് യു രാജലക്ഷ്മി. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയോ? ഇപ്പൊ കറക്റ്റ് ആയോ? ലാപ്ടോപ്പിൽ ഒരു ഫീച്ചർ ഉണ്ടാവും തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരു ഫീച്ചർ ഉണ്ടാവണം, അത് മിറർ ചെയ്യാനുള്ള, നിങ്ങൾക്ക് മിറർ ചെയ്യാനുള്ള. എനിക്ക് ഇവിടുന്ന് ഞാനിപ്പോ മിറർ ചെയ്തിട്ടാണ് ഇപ്പൊ കാണിച്ചു തന്നത്, പക്ഷെ അത് സ്റ്റിൽ അങ്ങനെയാ കാണുന്നത്. ഓക്കെ, എന്നാ ആ ബാക്കിലുള്ളത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. ഞാൻ എഴുതാം, അത് കണ്ടാൽ മതി. കുറച്ച് ടൈം അയാളെടുക്കും, കുഴപ്പമില്ല, നമുക്ക് എഴുതാം. അടിപൊളി. മാം പ്രസന്റ് ആണോ അവിടെ? ഹലോ മാം. അവിടെ കണക്ട് ആയ മാം നല്ല ഫോൺ വിളിക്കാം. നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ്, നിങ്ങൾ എഴുതിയാൽ മതി എന്ന്. ഓക്കെ, നമ്മൾ എന്തായാലും അതിന് ടൈം കളയണ്ട. അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. സോ വാട്ട് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്? സെൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ വി മേഡ് അപ്പ് ഓഫ്? ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരാളുടെ പേര് വിളിക്കും. യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ആനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. യദുശ്രീ പറയൂ. യെസ് ആണ്.
Shahma, animals are made up of nucleus, cytoplasm, and endoplasmic reticulum. Yes. Yes, very good. Delna, sorry. Animals are made up of kidney, heart, liver, lungs. Yes. എല്ലാം ശരിയാ. Animals are made up of biomolecules. Tamima, പറയൂ. പോയാ സെല്ലിൻ്റെ ഉള്ളിൽ ബയോമോളിക്യൂൾസ് ഉണ്ട്, അപ്പൊ അത് ശരിയാവേണ്ടതാണ് അല്ലേ? ആവണം. അപ്പോ അവിടെ നമ്മൾ നോക്കേണ്ട പുതിയൊരു കോൺസെപ്റ്റിന്റെ പേരാണ് പറയുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ ഓഫ് എ ആനിമൽ. നോട്ട് all animals are made up of organs. Not all animals are made up of cells. നമ്മളെ കുറച്ച് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ഓക്കെ, ബേസിക്കലി വി ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. ബട്ട് നമ്മുടെ സെൽസ് ആണോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഹൗ ഡു വി ബ്രീത്ത്? We breathe by our lungs. Lungs is made up of pulmonary cells, alveolar pneumonocytes, macrophages. കുറെ സെല്ലുകൾ ഉണ്ട്, നിങ്ങൾ പഠിക്കണ്ട. ആ സെല്ലുകൾ മൂലയ്ക്ക് കൊണ്ടുവച്ചാൽ അത് ബ്രീത്ത് ചെയ്യൂ? No. So for us to breathe, all those cells should work in coordination. ശരിയല്ലേ? ലങ്സ് മാത്രം മതിയോ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ? പോരാ. ആ ലങ്സിന്റെ അറ്റത്ത് നിന്ന് വരുന്ന പൈപ്പ് വേണം ട്രക്ക് ചെയ്യാൻ. ഓക്കെ, ട്രക്ക് ചെയ്യാൻ മാത്രം മതി നമുക്ക് ബ്രീത്ത് ചെയ്യാൻ. നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പുറത്ത് ചെസ്റ്റ് മസിൽസ് വേണം. സോ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഓരോ ഫംഗ്ഷൻ ബേസിക്കലി സെല്ലാണോ എന്ന് വെച്ചാൽ തെറ്റാണ്. നമ്മൾ ഇതുവരെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ബോഡിയിൽ ഓരോ ഫംഗ്ഷനും ചെയ്യുന്നത് നമ്മുടെ ഓരോ ഓർഗൻ സിസ്റ്റംസ് ആണ്. ഓർഗൻ സിസ്റ്റംസ്. ശരിയാണോ? ശരിയാണ്. ഒരു സെല്ല് മാത്രം ഉണ്ടായാൽ നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻസ് നടക്കില്ല. ഒരു ഓർഗൻ മാത്രം ഉണ്ടായാൽ പോലും നമ്മുടെ ബോഡിയിൽ ഫംഗ്ഷൻ നടക്കില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഏത് ഓർഗനാണ് നമുക്ക് എടുക്കാം? നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഓർഗനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈസോഫേഗസ്, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, റെക്ടം. ഇത്രയും ഭാഗങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാലോ കാര്യം. ഈസോഫേഗസ് മാത്രം വെച്ച ഡൈജഷൻ നടക്കുമോ? ഈസോഫേഗസ് പണി നിർത്തിയ ഡൈജഷൻ നടക്കുമോ? ഇല്ല. നമുക്ക് ആ സിസ്റ്റം മൊത്തം വേണം. സോ basically our body organization is organ system level of body organization. There are basically 4 type of body organization. The first organization is cellular level of body organization. First one is cellular level of body organization. Second one is tissue level of body organization. Third one is organ level of body organization. And fourth one is organ system level of body organization. So the most primitive of animals, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആനിമൽസിന് ഫസ്റ്റ് സാധനമാണ് ഉണ്ടാവുക. ഏതാണത്? സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. വാട്ട് ഡസ് ദാറ്റ് മീൻ? സോ അവരുടെ ബോഡിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഈച്ച് ഓഫ് ദ സെൽസ് ഡു ദ ഫങ്ഷൻ. ഓരോ സെല്ല് അതിന്റെ പണി ചെയ്യുന്നു, അടുത്ത സെല്ല് അതിന്റെ പണി ചെയ്യുന്നു, അടുത്ത സെല്ല് അതിന്റെ പണി ചെയ്യുന്നു. ആ സെല്ലുകൾ അതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. എഴുതിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. സിമ്പിൾ. സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം. നോട്ട്സ് എഴുതുമ്പോൾ ആ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ബോഡി ഓർഗനൈസേഷൻ എല്ലാത്തിനും ഉണ്ട്. അത് എഴുതുന്ന സമയം തീരത്തില്ല. ഓക്കെ. സോ ബേസിക്കലി ദർ സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ആരാണ്? അവിടെയാണ് ഞാൻ നിങ്ങളോട് ഓർഡർ പഠിക്കണം എന്ന് പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ഓർഡർ പഠിച്ചിരിക്കണം. വൈ? ബിക്കോസ് ആ ഓർഡറിലാണ് ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഓർഡർ വെക്കാതെ നിങ്ങൾ ഓരോ കിങ്ഡം അവിടെ ഇവിടെ പഠിച്ചാൽ എല്ലാത്തിനും ഫീച്ചേഴ്സ് ഇങ്ങനെ പഠിക്കേണ്ടി വരും. ഏറ്റവും ഫസ്റ്റത്തെ ആള്, ഏറ്റവും മോസ്റ്റ് പ്രിമിറ്റീവ്, ആദ്യം നമ്മൾ എഴുതിയ സാധനം ഫൈലം. എഴുതാത്തവര് നേരത്തെ ഇൻവേർട്ട് ആയതുകൊണ്ട് എഴുതിയിട്ടുണ്ടാവില്ല. ഒരു സൈഡിൽ, നോട്ടിന്റെ ഒരു സൈഡിൽ എപ്പോഴും ഈ സാധനം എഴുതി വെച്ചേക്കണം. അത് പഠിക്കാൻ ഒരു ഓർഡറിൽ
നോട്ട്സിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട് ആ ന്യൂമോണിക്, അത് തെറ്റായി. ഓക്കെ, ഞാനിവിടെ നിർത്തി ലാസ്റ്റ് ഓർമ്മയുണ്ടോ? സോ ന്യൂമോണിക് ഞാൻ തരാം, അത് പഠിക്കാനുള്ള ന്യൂമോണിക് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ആ ഓർഡർ പഠിക്കണം. സോ ഫസ്റ്റ് ആളാരാ? ഏറ്റവും ഫസ്റ്റ് കിങ്ഡം, സോറി ഫൈലം Porifera. So basically phylum Porifera, the organisms consist of cellular level of body organization. In their body, cells arranged in aggregates. There are group of cells. Each of the cells do the function. Who do digestion? അവർക്ക് അതിന് വേറെ സെല്ലുണ്ട്. The cell do digestion, not an organ. അവർക്ക് stomach ഇല്ല. അവർക്കുള്ളത് എന്താണ്? ഡൈജഷൻ നടത്താൻ വേറെ സെല്ലുകളാണ്. Who do protection from environment? അതിന് അവർക്ക് വേറെ സെല്ലുണ്ട്. Who do respiration? അതിന് അവർക്ക് വേറെ സെല്ലുണ്ട്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? That is known as cellular level of body organization. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാൾക്കാരാണ് Cnidaria and Ctenophora. Cnidaria and Ctenophora. നേരത്തെ ഡെലിനെ പറഞ്ഞ സിലിൻഡ്രേറ്റ എന്ന വേർഡ് NCERT കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി Cnidariaനെയും Ctenophorനെയും കൂടി വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്? സിലിൻഡ്രേറ്റ. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. അവർക്ക് എന്താണ്? ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. സെൽസ് അല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്, കുറെ സെല്ല് ചേർന്ന് ടിഷ്യൂ ആയി മാറുന്നുണ്ട്. ആ ടിഷ്യൂ ആണ് ഡൈജഷൻ നടത്തുന്നത്, ആ ടിഷ്യൂ ആണ് ബ്രീത്തിങ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആളാരാ? Ctenophora കഴിഞ്ഞിട്ടുള്ള ആളാരാ? Platyhelminthes. Fourth one is Platyhelminthes. So basically Platyhelminthes എന്താ ചെയ്യുന്നത്? അവർക്ക് ഓർഗൻ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. They have organs. So voice കേൾക്കുന്നില്ല. അതിനുശേഷമുള്ള ബാക്കി എല്ലാവരും ഓർഗൻ. ഓക്കെ, ഞാൻ മാമിനെ വിളിക്കുമ്പോഴേക്കും നെറ്റ് കട്ടാവാണ്, അതാണ് പ്രശ്നം. ഓക്കെ, ബാക്കി എല്ലാവരും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ആരൊക്കെയാണ്? ആഷൽ data and core data. എന്തുവാണ് ഇതിന് പ്രശ്നം മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫീച്ചറിൽ ഏറ്റവും ലാസ്റ്റ് ബാക്കി എല്ലാവരും ബാക്കി എല്ലാ ഫീച്ചറിൽ വരുന്ന ബാക്കി ആൾക്കാരൊക്കെ ആരൊക്കെയാ? ആസ്റ്റൽമിന്തസ് മുതൽ ബാക്കി അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും, ആ കിങ്ഡത്തിൽ ബാക്കി എല്ലാ ആൾക്കാരും ഓർഗൻ സിസ്റ്റം ലെവലാണെന്ന് ഓർത്ത് വെക്കാം. നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും അതിനെ കുറിച്ചൊക്കെ. അടുത്തതാണ് സിമെട്രി. We have a symmetric body. Do we have a symmetric body? നമ്മൾ സിമെട്രിക് ആണെന്ന് വിശ്വസിക്കുന്നില്ല. എത്ര പേരുണ്ടെന്ന് കൈവക്കിയാൽ മതി. ഈ വീഡിയോ ഓൺ ആക്കാത്തവരെ കൈവക്കുന്നതെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. നമ്മൾ സിമെട്രിക് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കൈവക്കുക. നമ്മൾ സിമെട്രിക് അല്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരുമില്ലേ? എടാ, അത് പ്രശ്നമല്ലോ. നമുക്ക് എത്ര ഹാർട്ട് ഉണ്ട്? എത്ര ഹാർട്ട് ഉണ്ട് നമുക്ക്? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ആക്കി പറയും. അയ്യേ, ഞാൻ എത്ര ഹാർട്ട് ഉണ്ടെന്നാ ചോദിച്ചത്. ഒറ്റ ഹാർട്ടേ ഉള്ളൂ.
വെരി സോറി, എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവിടെ യൂട്യൂബ് ഒക്കെ നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൽ മാത്രമാണ് പ്രശ്നം കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നമുക്ക് എത്ര ഹാർട്ട് ഉണ്ട്? ഒറ്റ ഹാർട്ടേ ഉള്ളൂ. അത് ഏത് സൈഡിലാണ്? റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ആരിലൊക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയും. ഇതൊക്കെ ജി കെ ക്വസ്റ്റ്യൻ അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നതല്ലേ? റൈറ്റിലാണോ ലെഫ്റ്റിലാണോ നമ്മുടെ ഹാർട്ട് ഉള്ളത്? അതോ നടുവിലാണോ? ലെഫ്റ്റിലാണ്. അപ്പൊ നമ്മൾ സിമെട്രിക് ആണോ? ഇന്റേണലി നമ്മൾ സിമെട്രിക് അല്ല. എടാ അതിപ്പോ ഒന്നും ചെയ്യാല്ല, ഞാൻ ഇപ്പൊ ക്ലാസ്സിലാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എന്റെ ഇത് കട്ടാവുന്നു, നെറ്റ് കട്ടാവുന്നു. ഞാൻ കഴിഞ്ഞിട്ട് പറയാൻ കാര്യം. എടാ അതിന്റെ കീ ഞാൻ ജവഹറിന്റെ അടുത്ത് കൊടുത്തതാ. അവനാണത് അവിടെ കൊണ്ടുവച്ചുകൊണ്ട് അത് പഞ്ചറായപ്പോ അവനെ വെച്ചിരുന്നത്. നീ അവനോടൊന്ന് വിളിക്കട്ടാ. ഓക്കെ, അപ്പോ നമ്മള് സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എക്സ്റ്റേണലി നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ്? സിമെട്രിക് ആണ്. ശരിയല്ലേ? ഇത് വേണ്ട, എന്തായാലും ഷെയർ ചെയ്താൽ ശരിയാണ്. എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സിമെട്രിക് ആണ്. നമുക്ക് രണ്ട് കൈ രണ്ട് സൈഡിലെല്ലാം രണ്ട് സൈഡിലുണ്ട്. ഹെയർ മാത്രം അത് പല പോലെ ഇരിക്കും, അത് കുഴപ്പമില്ല. എന്തായാലും ബാക്കി എല്ലാം കൊണ്ടും നമ്മൾ സിമെട്രിക് ആണ്. നമുക്ക് സിമെട്രിക് ആണെന്ന് പറയാം. ബേസിക്കലി ആനിമൽസിനെ അവിടെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. There are 3 types of animals. There are asymmetric animals. അവരുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വൃത്തിയായിട്ട് ഷേപ്പ് ആവും. ഒരു പേപ്പറൊക്കെ ചുട്ടി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതിനൊന്നും സിമെട്രി ഉണ്ടാവില്ല. ഏത് സൈഡിലോട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഷേപ്പിലാവും അവരുണ്ടാവുക. പക്ഷെ ആനിമൽ വേൾഡിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാണുന്ന ഓർഗാനിസംസ് മിക്കവാറും അസിമെട്രിക് ഓർഗാനിസംസ് ആണ്. നമുക്ക് അങ്ങോട്ട് വരാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് റേഡിയലി സിമെട്രിക് ഓർഗാനിസം. റേഡിയലി സിമെട്രിക് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താ? അവരിങ്ങനെ സർക്കുലാർ ഷേപ്പിലോ അങ്ങനെ എങ്ങനെയെങ്കിലും ആവും. അവരുടെ പ്രത്യേകത ഈ ഒരു ക്യാപ്പ്, ഇതിപ്പോ ഒരു ഓർഗാനിസം ആണെങ്കിൽ നമുക്ക് ഈ പ്ലെയിനിലോ എങ്ങനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? അങ്ങനത്തെ ഓർഗാനിസം നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റേഡിയലി സിമെട്രിക്കൽ ഓർഗാനിസംസ്. ഇതിന്റെ ഒക്കെ സ്ലൈഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ കാണിച്ചു തരാൻ ഒരു നിർവാഹമില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും കാണിച്ചു തരാം. ഞാൻ ക്ലാസ് തുടങ്ങിയില്ലേ, ഞാൻ പറയാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് നമ്മളെ പോലുള്ള ആൾക്കാർ, നമ്മൾ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ബൈലാറ്ററലി സിമെട്രിക്കൽ. What is the peculiarity of bilaterally symmetrical? നമുക്കൊരു ഒറ്റ പ്ലെയിനിൽ മാത്രമേ നമ്മൾ 2 ഈക്വൽ ഹാഫായി കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എങ്ങനെ കട്ട് ചെയ്താലും മേലത്തെ അടിയത്തെയും ഹാഫുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ശരിയല്ലേ? ഓക്കെ, എടാ ഞാൻ ക്ലാസ്സിലാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ സിമെട്രി കഴിഞ്ഞു. സിമെട്രി നമുക്ക് 3 ടൈപ്പ് ഉണ്ട് എന്ന് പറയാം. അതിലും അറിഞ്ഞിരിക്കേണ്ടത് ഫൈലം പോറിഫറ അവർ അസിമെട്രിക്കലാ. അവരുടെ ഷേപ്പ് ഇങ്ങനെ അങ്ങനെ ഇരിക്കും. പിന്നെ ഓർഡറിലല്ല ഇവിടെ വരുന്നത്. സിലിൻഡ്രേറ്റ, അതായത് നിഡേറിയ ടീനോഫോറ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റുള്ള എക്കൈനോഡെർമേറ്റ. ഈ 3 പേരും എന്താണ്? ബൈലാറ്ററലി സിമെട്രിക്കൽ, റേഡിയലി സിമെട്രിക്കൽ ആണ്. ഏതൊക്കെയാണ്? നിഡേറിയ, ടീനോഫോറ, എക്കൈനോഡെർമേറ്റ. ഇത് 3 എന്താണ്? റേഡിയലി സിമെട്രിക്കൽ ആണ്. മനസ്സിലായോ? ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരോ? ബാക്കി എല്ലാവരും ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. 2 ഈക്വൽ ഹാഫ് ആയിട്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, ഒരു ഫിഷ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. 2 ഈക്വൽ ഹാഫ് ആക്കാനേ പറ്റുള്ളൂ. സാധാരണ മീൻ, പിന്നെ ചിക്കൻ. ഇവിടെ ചിക്കൻ കഴിക്കുന്ന ആൾക്കാർ ഉണ്ടാവും കുറെ പേര്. തന്തൂരിലേക്ക് കാട്ടുന്നുണ്ടില്ല, നേരെ അടിയിൽ ഇങ്ങോട്ട് ഹാഫാക്കി 2 ഹാഫ് നമുക്ക് തരും. അപ്പോൾ അതൊക്കെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള സാധനം. ഓക്കെ, എനിവേ കുഴപ്പമില്ല. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എംബ്രിയോണിക് ലെയേഴ്സ്. ഇതാണ് ഇന്ന് ഞാൻ ശരിക്കും ഈ ടോപ്പിക്ക് ഞാനൊരു 7:45 തുടങ്ങേണ്ട സാധനമായിരുന്നു.
കാരണം ഇത് അത്യാവശ്യം ഉണ്ട്, പ്ലസ് നിങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുത്താണ് എംബ്രിയോണിക് സെൽ ലെയേഴ്സ്. സോ ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ട് അവിടെ? വാട്ട് ഇസ് എംബ്രിയോണിക് സെൽ ലെയേഴ്സ്? സോ നമ്മളെല്ലാവരും ഈ എല്ലാ ഓർഗാനിസംസും ഇൻക്ലൂഡിങ് ഓൾ ആനിമൽസ് എങ്ങനെയാണ് നമ്മൾ മീൻസ് ഉണ്ടാവുന്നത്? ആദ്യം നമ്മളെല്ലാവരും ആദ്യം യൂണിസെല്ലുലാർ ഒറ്റ സെല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആ സെല്ലിന്റെ പേരെന്താ? സൈഗോട്ട്. ശരിയല്ലേ? പിന്നെ ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എന്തായി മാറും? സൈഗോട്ടിൽ നിന്നുണ്ടാകുന്ന സാധനം എന്താ? മനുഷ്യന്മാര്. എംബ്രിയോ കഴിഞ്ഞ് എംബ്രിയോ വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താ ഉണ്ടാവുക? ഫീറ്റസ്. വെരി ഗുഡ്. ഫീറ്റസ് പിന്നെ ഗ്രോ ചെയ്തിട്ട് അഡൾട്ടായി മാറും. എനിവേ, സോ ആ എംബ്രിയോയിലാണ് പ്രശ്നം. ഈ എംബ്രിയോ ഉണ്ടാവുന്ന സമയത്ത് ഈ എംബ്രിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ഒറ്റ സെല്ലുള്ള എംബ്രിയോ, ഒരു സിംഗിൾ സെല്ലുള്ള എംബ്രിയോയില് ഒരുപാട് സെല്ല് കൂടി വരുമ്പോൾ അതൊരു ബോൾ പോലെയാവും. ഓക്കെ, ഒരു ബോൾ കൺസിസ്റ്റിംഗ് ഓഫ് മെനി സെൽസ്. എൻ്റെ അടുത്ത് അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു, കാണാനില്ല. ഷെയർ ചെയ്യാം, ഇത് ഞാൻ കാണിച്ചു. അപ്പൊ ആദ്യം ഒരൊറ്റ സെല്ലായിരുന്നു, ഒരു സിംഗിൾ സെൽ. ആ സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെല്ലുകളാവും. കാണുന്നില്ലേ? ഓക്കെ, ഈ ഒരുപാട് സെല്ലുകൾ ഇനി നമുക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യം, ഇതിനൊരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ഇതിന് നടക്കുന്ന ആദ്യത്തെ അറേഞ്ച്മെന്റ്, അതിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട. അതിലുള്ള പുറത്തുള്ള കുറെ സെല്ലുകൾ അവിടെ തന്നെ നിൽക്കും. നടുവിലുള്ള കുറെ സെല്ലുകൾ വേറൊരു മാസായി മാറും. ഈ നടുവിലുള്ള മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. നടുവിലുള്ള ഉള്ളിലുള്ള സെൽ മാസ്, ഇറ്റ് ഇസ് നോൺ ആസ് ഇന്നർ സെൽ മാസ്. പുറത്തുള്ള ആ ലെയറിന് ഒരു പേരുണ്ട്. കഴിയുന്നവർ ഓർത്തു വെക്കുക, അല്ലാത്തവർ സെക്കൻഡ് ഇയറിൽ പഠിക്കും. എന്തായാലും പ്ലസ് ടു കഴിയുന്നതിന് മുമ്പ് പഠിക്കാനുള്ള സാധനമാണ്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ച് കുഴപ്പമൊന്നുമില്ല. ട്രോഫോബ്ലാസ്റ്റ്. സോ വാട്ട് ഈസ് ട്രോഫോബ്ലാസ്റ്റ്? ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് പിന്നെ പ്ലാസെന്റ ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം ആയിരിക്കും പ്ലാസെന്റ, അല്ലെ? വാട്ട് ഈസ് പ്ലാസെന്റ? മദർ ചൈൽഡ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും എപ്പോഴും. മദർ കഴിക്കുന്ന ഫുഡാണ് ചൈൽഡിന് കിട്ടുന്നത്. ഹൗ? ത്രൂ ദ കണക്ഷൻ. അംബലിക്കൽ കോഡ് അല്ല, പൊക്കിൾ കൊടി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ജനിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വലിയൊരു കോല് അതല്ല. അതിന് പുറമെ അതിന് അറ്റത്തൊരു ചെറിയൊരു വലിയൊരു കട്ട ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സംഭവം, പക്ഷെ ഇതൊക്കെ ഉള്ളതാണ്. ഇതിന്റെയൊക്കെ പേരാണ് എന്ത്? പ്ലാസെന്റ. ഈ പ്ലാസെന്റ ആയി മാറുന്നത് എന്താണ്? ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ്. പക്ഷെ ആ ഇന്നർ സെൽമാസിന് എന്ത് സംഭവിക്കുന്നു? ആ ഇന്നർ സെൽമാസ് ആദ്യം ഒരു ഡിസ്ക് ആയി മാറും. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡിസ്ക് ആയി മാറും. ഇപ്പൊ കൈ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഒരു സർക്കുലർ ഡിസ്ക് ഷേപ്പിൽ. മനസ്സിലായോ? ഇങ്ങനെ പരന്നിരിക്കും. ഓക്കെ അല്ലേ? ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് വൺ, ഇതിനെ പറയുന്ന പേരാണ് എംബ്രിയോണിക്. ഇതിന്റെ പേരാണ് എന്ത്? എംബ്രിയോണിക് ഡിസ്ക്. ഈ എംബ്രിയോണിക് ഡിസ്കിന് എന്താ സംഭവിക്കുന്നത്? സോ വാട്ട് ഹാപ്പൻ ടു ദ എംബ്രിയോണിക് ഡിസ്ക്? എംബ്രിയോണിക് ഡിസ്കിലുള്ള ഒരു ലെയർ, ഒറ്റ ലെയറിലുള്ള ഈ എംബ്രിയോണിക് ഡിസ്ക് ഡിവൈഡ് ചെയ്ത് 2 ലെയറായി മാറും. കിടക്കും. അതിന്റെ വല്ല കാര്യം ഉണ്ടോ അവർക്ക്? ഇല്ല, എന്നാലും അവരങ്ങനെ മാറും. ആ 2 ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോഡേം ആൻഡ് എക്ടോഡേം. ഈ ടേം കേട്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈവപ്പിക്കാം. ഓക്കെ, എന്താണ് എൻഡോഡേം, എന്താണ് എക്ടോഡേം? കൈവക്കിയ ആൾക്കാർ പറയും. So what is endoderm? What is ectoderm? Okay, സമയം കളയുന്നില്ല എന്നുണ്ടാകും. നമുക്ക് പറയാം. എന്തായാലും അറിയുന്നുള്ള കാര്യം അറിയാവും, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവും. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബോഡി മെയ്ഡ് അപ്പ് ഓഫ് ഒരുപാട് ഓർഗൻസ് മാത്രമല്ല, നമ്മുടെ പുറത്തൊരു തൊലി ഉണ്ട്, നമുക്ക് ഒരു സ്കിൻ. ഈ സ്കിൻ പാർട്ടുകളെല്ലാം ഫോം ചെയ്യുന്നത് ഈ എൻഡോഡേം ലെയർ എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള എക്ടോഡേം ലെയർ എന്നാണ്. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? എൻഡോഡേം ലെയർ എന്നാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ പുറത്തുള്ള സ്കിൻ പോലുള്ള കവറിംഗ് പാർട്ടുകളൊക്കെ ഫോം ചെയ്യുന്നത് എക്ടോഡേം ലെയർ എന്നാണ്.
നമ്മുടെ ബോഡി ഓർഗൻസ് അധികവും ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? എൻഡോഡേം ലെയർ എന്നാണ്. ഓക്കെ, അധികവും എന്ന് പറയാൻ കാരണം ട്വിസ്റ്റ് വരാൻ പോകുന്നത് ഇനിയാണ്. ഇനി ഈ ഡിസ്ക് പോലുള്ള ആളെങ്ങനെയാ ഒരു മനുഷ്യനാവുന്നത്? എഗെയിൻ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഒരു എന്താ പറയാ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണം. ഹ്യൂമൻ ബീയിങ്സ് ആർ എ ട്യൂബ്. TUBE. ശരിയാണോ? ട്യൂബ്. ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ആരുണ്ടെങ്കിൽ കൈവക്കുക. തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൈവക്കുക. ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു വേറെ കൈവക്കുക. എല്ലാവരും കൈവക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും എന്തിനെ കുറിച്ച് എല്ലാവരും അന്തം വിട്ടിരിക്കുന്നുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സംഭവം. നമുക്ക് എന്തുണ്ട്? ഒരു മൗത്ത് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോളോ റെസ്പിറേറ്ററി കനാൽ ഉണ്ട്. ഏറ്റവും താഴെ എയ്നസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ നടുവിൽ ഒരു ട്യൂബ് ഇരിക്കുന്നു. അതിന് പുറത്ത് നമ്മുടെ ഓർഗൻസ്, എല്ലാ ഓർഗൻസും കൈയും കാലും എല്ലാ സാധനങ്ങളും ഒട്ടിപ്പിടിച്ച് വെച്ചേക്കുന്നു. ചുരുക്കി പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടുവിലുള്ളത് എന്താണ്? ഒരു ട്യൂബാണ്. ശരിയാണോ? ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ഓൾ ആനിമൽസ് എന്താണ്? ഒരു ട്യൂബാണ്. അതിന് ഒരു ഓപ്പണിംഗ്, 2 ഓപ്പണിംഗ് ഉണ്ടാവും എല്ലാ ട്യൂബിനും. ഒരു എൻഡ്, അറ്റത്തെ മറ്റേ എൻഡ്. അതിന്റെ ഇപ്പുറത്തെ പുറത്തോട്ട് തെറിച്ചിരിക്കുന്ന കൈ, കാല്, ചിറക് കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. ശരിയാണോ? ഹൗ ഡു ദിസ് എൻഡോഡേം ആൻഡ് എക്ടോഡേം ബിക്കം എ ട്യൂബ്? ഇതിൽ നിന്നാണ് ആ ട്യൂബ് ഉണ്ടാവുന്നത്. എങ്ങനെ? വെരി സിമ്പിൾ. എക്ടോഡേമും ഇപ്പൊ തന്നെ വേറെ പ്രശ്നമുണ്ട്. എക്ടോഡേം മുകളിൽ, എൻഡോഡേം താഴെ. അപ്പോ എൻഡോഡേമിൽ ഉണ്ടാവുന്ന ചെറിയ ഓർഗൻസ്, ആ ഓർഗൻസിന്റെ ഒരു സൈഡിൽ മാത്രം എക്ടോഡേം കൊണ്ട് കവർ ചെയ്താൽ മതി. പോരാ, നമ്മുടെ എൻറ്റയർ ബോഡി എക്ടോഡേം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ? അതിനാണ് ബ്ലാസ്റ്റോപോർ എന്നൊരു കൺസെപ്റ്റ് ഉള്ളത്. ഇതാ ഇവിടെ കണ്ട ഈ ഒരു ഏരിയ, ഇപ്പൊ പരന്ന് നിൽക്കുന്ന ഈ ഒരു സാധനം. എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയ കൈയായിട്ട് ഈ കൈയെന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ പരന്ന് നിൽക്കുന്ന ഈ സാധനത്തിന്റെ നടുവില് ഇങ്ങനെ കുഴിയാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലായോ? ഒരു കപ്പ് പോലെയാവും. അങ്ങനെ കപ്പ് പോലെ ആവുന്ന സ്റ്റേജ് ആണ് അടുത്ത എംബ്രിയോയിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ എംബ്രിയോക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന എംബ്രിയോ ഇങ്ങനെ കപ്പ് പോലെയായി മാറും. ഈ കപ്പ് പോലെയായി മാറുന്നത് മാത്രമല്ല, ഈ കപ്പിന്റെ മറ്റേ അറ്റത്ത് കൂടെ ഒരു ഹോളും കൂടെ ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്താവും? നടുവിലൊരു ട്യൂബ്, അതിന് പുറത്തൊരു കവറിങ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനുഷ്യനുണ്ടായി. ഇങ്ങനെയാണ് മനുഷ്യന്മാരുണ്ടാകുന്നത്. മനുഷ്യന്മാരെന്നല്ല, എല്ലാ ആനിമൽസും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോ ആദ്യം ഒരു എംബ്രിയോണിക് ഡിസ്ക് ഉണ്ടായിരിക്കും. എംബ്രിയോണിക് ഡിസ്കിൽ ഒരു പോർ ഫോം ചെയ്യും. ആ പോറിന്റെ അപ്പുറത്തെ എൻഡ് കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് ഇത് ട്യൂബായി മാറും. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ചില ഓർഗാനിസംസിൽ ഇത്രയാണ് സംഭവിക്കുന്നത്. മനുഷ്യന്മാർക്ക് ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്ര ആയപ്പോ എത്ര ലെയർ ഉണ്ട്? 2 ലെയർ. ശരിയല്ലേ? 2 എംബ്രിയോണിക് ലെയർ. ഇങ്ങനത്തെ ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് +1. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ സാധനം ഈ പോർഷൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പേര് ഇങ്ങനെയാണ് വന്നത് എന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. Diploblastic. So what are diploblastic organisms? Diplo, 2, blast, layer. 2 ലെയർ എംബ്രിയോണിക് ഡിസ്കിലുള്ള ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഡെഫിനിഷൻ: they have ectoderm and endoderm. They have only 2 cell layers, 2 embryonic cell layers, ectoderm and endoderm. So ഈ എക്ടോഡേമിന്റെ എൻഡോഡേമിന്റെ ഇടക്ക് ഇവർക്ക് ഒരു ചെറിയൊരു വാക്സി ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ആ ഫ്ലൂയിഡിന്റെ പേരാണ് മീസോഗ്ലിയ. അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതിന്റെ പേരാണ് മീസോഗ്ലിയ. ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയൊരു അങ്ങനെ ഒരു വാക്സി ഫ്ലൂയിഡ് പോലെ നിൽക്കുന്നു. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല.
അതിനെക്കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, വെറുതെ അവിടെ ഒരു സ്ഥലം മുടക്കി ഇങ്ങനെ വെറുതെ നിൽക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അതല്ല നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ എന്താ പറയാ കൺസേൺ, അതല്ല നമ്മുടെ കൺസേൺ ഇനി വരാൻ പോകുന്നതാണ്. സോ എക്ടോഡേം, ഞാൻ ആ ബ്ലാസ്റ്റോപോർ വരച്ച് അതായത് ആ മറ്റേ കുഴിയാവുന്ന ആ സ്റ്റേജിലാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്, അവിടെ നിൽക്കട്ടെ. ഇനി ചില ഓർഗാനിസംസിന് ഈ രണ്ട് സെൽ ലെയറും ഉണ്ടായതിന് ശേഷം അതിന്റെ നടുവില് ഇടയിലായിട്ട് പുതിയൊരു സെൽ ലെയർ ഫോം ചെയ്യും. ഈ തേർഡ് ഫോം ചെയ്യുന്ന ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് മീസോഡെർം. സോ അപ്പൊ ഈ ഓർഗാനിസംസിന് പുറത്ത് എക്ടോഡേം, ഉള്ളിൽ എൻഡോഡേം, നടുവിൽ മീസോഡേം. ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്തത് ഏതാ? അത് മീസോഡേം. ഓർക്കണം, അല്ലാതെ ഓർഡറിലല്ല, ഒരറ്റത്തിന് ഒരറ്റത്തേക്കല്ല ഫോം ചെയ്യാം. എക്ടോഡേം എൻഡോഡേമും ആദ്യം ഉണ്ടാവും, അതിനുശേഷം മീസോഡേം അതിന്റെ ഇടയിൽ ഫോം ചെയ്യാം. ഓക്കെ, മീസോഡേം ആണ് തേർഡ് ഫോം. ഇപ്പൊ ഇതിന്റെ പേരെന്താ? ഇറ്റ് ഈസ് നോൺ ആസ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇങ്ങനത്തെ ഓർഗാനിസംസിന് എന്താണ്? 3 സെൽ ലെയർ ഉണ്ട്. സോ ദേ ആർ ബേസിക്കലി കോൾഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. മനസ്സിലായോ? എനി പ്രോബ്ലം? പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. നത്തിങ് സീരിയസ്. ട്രിപ്ലോബ്ലാസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ, ക്ലാസ്സിൽ സ്കൂളിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിങ്ഡം പോറിഫറ ഫൈലം പോറിഫറ എന്ന് പറഞ്ഞാണ് തുടങ്ങും. എന്നിട്ട് പഠിച്ചോളാം, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറയും. ഈ പ്ലാസ്റ്റിക് എന്തോ സാധനം എന്ന് അധികം പറഞ്ഞു തരില്ല, ഇതാണ് സംഭവം. ഓക്കെ, സോ ദിസ് ഇസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. Then later, what else? So do we have a cavity in our body? നമുക്ക് ബോഡിയിൽ ക്യാവിറ്റി ഉണ്ടോ? Yes. എവിടെയൊക്കെയാണ്? Can you name the body cavity? Coelom. നമുക്ക് സീലോം ഉണ്ടോ? Yes. എവിടെ? നമ്മുടെ ബോഡിയിൽ എവിടെയാണ് സീലോം വരിക? Between our സ്റ്റൊമക്കിന്റെ അവിടെ എല്ലാം ആയിട്ട്. ഓക്കെ, സ്റ്റൊമക്കിന്റെ പുറത്ത്, സ്റ്റൊമക്ക് വാളിന്റെ ഇടക്കുള്ള ഭാഗത്ത്, നമ്മുടെ ലിവർ ഒക്കെ അതിന്റെ ഉള്ളിലാണ് അല്ലേ? ഇറ്റ് ഇസ് നോട്ട് എ പെരിറ്റോണിയൽ ക്യാവിറ്റി. സീലോം അല്ല, ഇറ്റ്സ് നോട്ട് എ പെരിറ്റോണിയൽ. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് സീലോമിക് ക്യാവിറ്റി. ബേസിക്കലി നമുക്ക് സീലോമിക് ക്യാവിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. സീലോമിക് ക്യാവിറ്റി ആർക്കും ഉണ്ടാവുക? എംബ്രിയോക്കാണ് ഉണ്ടാവുക. ഇതൊക്കെ എംബ്രിയോണിക് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, സോ ഓൾ ദീസ് ഫീച്ചേഴ്സ് ആർ എംബ്രിയോണിക് ഫീച്ചേഴ്സ്. നമുക്ക് മീസോഡേം ഉണ്ടോ? ഡു വി ഹാവ് മീസോഡേം? നോ, നമുക്ക് മീസോഡേം ഇല്ല. നമുക്ക് മീസോഡേമിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റം മീസോഡേം എന്ന് ഫോം ചെയ്തതാണ്. നമ്മുടെ ഹാർട്ട് മീസോഡേം എന്ന് ഫോം ചെയ്തതാണ്. നമ്മുടെ ലങ്സ് മീസോഡേം എന്ന് ഫോം ചെയ്തതാണ്. നമുക്ക് മീസോഡേം ഉണ്ടോ വെച്ചാൽ മീസോഡേം ഇല്ല. കോൾ വന്നു, അപ്പൊ പിന്നെയും പോയി. ഓക്കെ, അപ്പൊ സീലോമിന്റെ കാര്യം മനസ്സിലായി. സീലോം നമുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ?
ഓക്കെ, അവിടെ അതുവരെ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പോർഷൻസ് എന്തായാലും ഒന്നുകൂടെ ഞാൻ എടുക്കും. ഇപ്പോ ഇതിപ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നമ്മൾ എന്തായാലും തുടങ്ങിയതല്ല, നിങ്ങൾ എന്തായാലും ഇരിക്കുന്നല്ലേ, കുറച്ചെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് സീലോം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി ഡോണ്ട് ഹാവ് സീലോം. നമുക്ക് സീലോമിക് സ്ട്രക്ചേഴ്സേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? അത് കേട്ടില്ലേ നിങ്ങൾ നേരത്തെ? സോ ഇനി ചില ഓർഗാനിസംസിൽ വാട്ട് ഹാപ്പൻസ്, അവരുടെ ബോഡിയിൽ എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും മീസോഡേം 3 ലെയർ ആണ്. എക്ടോഡേം, എൻഡോഡേം, നടുവിൽ മീസോഡേം. എക്ടോഡെർമിന്റെയും എൻഡോഡെർമിന്റെയും മീസോഡെർമിന്റെ ഉള്ളില് ചെറിയ ചെറിയ ക്യാവിറ്റികൾ ഫോം ചെയ്യാൻ തുടങ്ങും. മീസോഡെർമിന്റെ ഉള്ളില് ചെറിയ ചെറിയ ക്യാവിറ്റികൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഈ ക്യാവിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീലോം. ഓക്കെ, സോ സഫ പറയൂ, വാട്ട് ഈസ് സീലോം കവേർഡ് ബൈ? പറയൂ, വോയിസും കൂടെ എത്തുന്നില്ല. ഓക്കെ, എന്തോ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. വേറെ ആള് സ്വര പറയൂ, വാട്ട് ഈസ് സീലോം കവേർഡ് ബൈ? Mesoderm. അതിന്റെ എല്ലാ സൈഡിലും മീസോഡേം ആണ്, ശരിയാണോ? ശരിയാണോ തെറ്റാണോ? മീസോഡേമിന്റെ ഉള്ളിലാണ് ക്യാവിറ്റി ഫോം ചെയ്തത്. അപ്പൊ അതിന്റെ എല്ലാ സൈഡിലും മീസോഡേം ആവില്ലേ? ബൈ കോമൺ സെൻസ് ആണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ആണോ എന്ന് ചോദിക്കുമ്പോ അത് ട്വിസ്റ്റ് ഉണ്ടായിട്ടാവില്ല, ചിലപ്പോൾ ശരിയാവും. അങ്ങനെ തെറ്റ് പറഞ്ഞ പോലെ ശീലമുണ്ട. ഓക്കെ, അപ്പൊ സീലോമിന് ചുറ്റും കവർ ചെയ്തിട്ടുള്ള എന്താണ്? മീസോഡേം തന്നെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വേറെ ചില ഓർഗാനിസംസിന് ചെറിയ പ്രശ്നമുണ്ട്. അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, അവർക്ക് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതില് മീസോഡേം എന്ന് പറയുന്നത് ഇതുപോലത്തെ എന്താ പറയാ, ചില പൗച്ചുകൾ മാത്രമാണ്. ഇതാണ് മീസോഡേം. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന പച്ച കളറിലുള്ളത് മീസോഡേം ആണ്. അതിന്റെ ഇടക്ക് എക്ടോഡെർമിനും എൻഡോഡെർമിനും ഇടക്കൊരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. ആ ക്യാവിറ്റിയുടെ പേരാണ് സ്യൂഡോസീലോം. സ്യൂഡോ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താ? നമ്മൾ അന്ന് സ്യൂഡോപോഡിയ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, ഫാൾസ്, ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്, ചാത്തൻ. ഓക്കെ, അപ്പോ ഒറിജിനൽ സീലോം അല്ല, ചാത്തൻ സീലോമാണ്, ഫാൾസ് സീലോമാണ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ഫാൾസ് സീലോം? സ്വര പറഞ്ഞ സ്വരനോട് ഞാൻ ചോദിച്ച കാര്യമാണ് ഉത്തരം. Why we called it coelom? Because it is covered by mesoderm. Pseudocoelom നോക്കൂ, അതിന്റെ എല്ലാ സൈഡിലും മീസോഡേം ഉണ്ടോ? 2 സൈഡിൽ മാത്രമേ ഉള്ളൂ, പുറത്തും താഴെയില്ല. ഓക്കെ, കാര്യം മനസ്സിലായോ? ഓക്കെ, ഇതിന്റെ ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നോട്ട് ഇന്ന് തന്നെ അയച്ചുതരാം, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ് ഒന്നുകൂടെ ഞാൻ എന്തായാലും എടുക്കും. അപ്പൊ കൃത്യങ്ങൾ കുറച്ചുകൂടെ, അപ്പൊ അന്ന് ക്ലാസ് എടുക്കല്ല, അന്ന് ഞാൻ ചോദ്യം ചോദിക്കണം. അപ്പൊ നമുക്ക് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, സോ ഈ സീലോം ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? സീലോമേറ്റ്സ്. സീലോം ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? സ്യൂഡോസീലോമേറ്റ്സ്. സോറി, സ്യൂഡോസീലോം ഉള്ള ആൾക്കാരെ സ്യൂഡോസീലോമേറ്റ്സ്. സീലോമേ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലർക്ക് ഈ ക്യാവിറ്റി ഒന്നും ഉണ്ടാവില്ല അവരുടെ ബോഡിയിൽ. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? എസീലോമേറ്റ്സ്. മനസ്സിലായോ? So there are 3 kinds of organisms. They can be coelomates, acoelomates or pseudocoelomates. അപ്പൊ എംബ്രിയോണിക് സ്ട്രക്ചറിന്റെ ബേസിൽ നമ്മൾ ഓർഗാനിസംസിനെ 3 ആയി ഡിവൈഡ് ചെയ്തു. ആണോ? അല്ല, നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തു. ആദ്യം നമ്മൾ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക്കോ ട്രിപ്ലോബ്ലാസ്റ്റിക്കോ ആക്കി, പിന്നെ നമ്മൾ അതിനെ എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് സീലോമേറ്റ് ആക്കി. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ ഏതൊരു ഫൈലത്തിന്റെ പേര് പറഞ്ഞാലും ആ ഫൈലത്തിന് ഈ 2 ഏതെങ്കിലും ഒരു സാധനത്തിന് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി എന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയാൻ നോക്കാം, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് നോക്കാം. ഫൈലം പോറിഫെറ ഇസ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഫൈലം പോറിഫെറ ഇസ് ഡിപ്ലോബ്ലാസ്റ്റിക്. വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താ? യദുശ്രീ പറയൂ, വാട്ട് ഡസ് ദാറ്റ് മീൻ? ആ സ്റ്റേറ്റ്മെന്റ് അർത്ഥം എന്താ? Phylum Porifera is diploblastic. They have endoderm and ectoderm, 2 layers.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മൈക്ക് അൺമ്യൂട്ട് ചെയ്യല്ലേ, മ്യൂട്ട് ചെയ്യല്ലേ, അതിന് മുമ്പാണ് അടുത്ത ചോദ്യം ഉണ്ടെന്ന് പറയാം. അവര് സീലോമേറ്റ് ആണോ സ്യൂഡോ സീലോമേറ്റ് ആണ്? ആർ ദേ സീലോമേറ്റ്സ്, എസീലോമേറ്റ്സ് ഓർ സ്യൂഡോ സീലോമേറ്റ്സ്? Coelomate. Why? Only 2 layers. Mesoderm. മീസോഡേം ഉണ്ടെങ്കിൽ സീലോം ഉണ്ടാവും, മീസോഡേം ഉണ്ടെങ്കിൽ സ്യൂഡോസീലോം ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ഇല്ല. അപ്പൊ ഓൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആർ എസീലോമേറ്റ്സ്. ശരിയാണോ? ഇനി ഞാൻ ഒരു ഹൈറാർക്കി പറഞ്ഞുതരാം. ഈ ഹൈറാർക്കിയിലാണ് കാര്യം. ഓക്കെ, ഹൈറാർക്കി എങ്ങനെയാ നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ആൾക്കാർ ആരൊക്കെ? ആദ്യത്തെ 3 ആൾക്കാര് കോറിഫറ, നിഡേറിയ, ടീനോഫോറ. ശരിയല്ലേ? ഇവര് 3 പേരും എങ്ങനെയാ? ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. പിന്നെ അസീലോമേറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഡിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിൽ അസീലോമേറ്റ് ആയിരിക്കും. പക്ഷെ ഒരു ചടങ്ങിന് വേണ്ടി നമുക്ക് പറയാം ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് അസീലോമേറ്റ്. സോ Porifera, Nidaria and Ctenophora, all these organisms are diploblastic acylomates. നാലാമത്തെ ആള് ആരാണത്? പ്ലാറ്റിഹെൽമിന്തസ്. ഇവരുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ ബയോളജിക്കലി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ല, മനുഷ്യന്മാർക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവർ. ഒരു വൻ സീനാണ്. ഇവരെ കൊണ്ട് മനുഷ്യന്മാരെല്ലാവരും ഇപ്പൊ പുറത്തു മുട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് എന്താ പറയാ, വയറിന് ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. സോ പ്ലാറ്റിഹെൽമിന്തസ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക്. പ്ലാറ്റിഹെൽമിന്തസ് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാവരും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പക്ഷേ they are acylomates. They don't have a coelom. Acylomates. They are triploblastic but acylomates. അവർക്ക് മീസോഡേം ഉണ്ട് പക്ഷേ സീലോം ഇല്ല. സോ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, നീറ്റിന് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. All organisms with a mesoderm will either have a coelom or a pseudocoelom എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. All organisms with a mesoderm will have either coelom or pseudocoelom എന്ന് പറഞ്ഞാൽ തെറ്റാണ്. Platyhelminthes have mesoderm but no coelom. ശരിയല്ലേ? All organisms that have a coelom or a pseudocoelom will have a mesoderm എന്ന് പറഞ്ഞാലോ? അത് ശരിയാണ്. സീലോമോ സ്യൂഡോസീലോമോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മീസോഡം നിർബന്ധമാണ്. എന്ന് വെച്ചിട്ട് സീലോം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് പ്ലാറ്റിഹെൽമിന്തസ്. എല്ലാ ഫീച്ചേഴ്സിന്റെ ഇടക്ക് പ്രശ്നക്കാരായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവര്. അവര് വരെ നിഡേറിയ, ടീനോഫോറ വരെ ഒരു ഫീച്ചർ ഉണ്ടാവും. ആസ്റ്റൽമിന്തസ് മുതൽ വേറെ ഉണ്ടാവും. ഇവരിടക്ക് പ്രശ്നക്കാരായി നിൽക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെ. അടുത്ത ആള് പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞ ആരുള്ളത്? ആസ്റ്റൽമിന്തസ്. ആസ്റ്റൽമിന്തസ് ഇവരെ ഓർത്തു വെച്ചോളൂ. ഇവര് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഈ അങ്ങോട്ടെല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. They are the only pseudocoelomates. They are the only pseudocoelomates. ഇനി ബാക്കി അങ്ങോട്ട് അടിയിലോട്ടുള്ള എല്ലാവരും എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് coelomates ആണ്. They have a body cavity coelomates, including humans. Humans ഇവിടെ നിന്ന് വരുന്ന ആൾക്കാരല്ല. Humans ലാസ്റ്റ് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, സ്റ്റിൽ ആ 6 ഞാൻ ഒന്ന് എഴുതി വെക്കാം ഇവിടെ. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നിങ്ങൾ നേരത്തെ ആരെങ്കിലും എഴുതാൻ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തലതിരിഞ്ഞൊക്കെ വന്നത്. അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, മൊളസ്ക, എക്ക
cortex കട്ടാവുന്നുണ്ട്. ഈ ക്ലാസ് എന്തായാലും ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, വോയിസ് കട്ടാവുന്നുണ്ട് എന്ന് മാത്രമല്ല കണക്ഷൻ ഇടക്ക് പോകുന്നുണ്ട്. എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. അതിന്റെ ഇടക്ക് ആരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഡ്യൂട്ടിക്ക് ആവും, അവിടെ ആരെങ്കിലും എമർജൻസി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അതിന്റെ ഡ്യൂട്ടിന്റെ ആവും, എന്തായാലും അറിയില്ല. കുറെ നേരമായി വിളിക്കുന്നു, ആരാണ് എന്താ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയല്ല ഈ ചാപ്റ്റർ ഇത് ഇവിടെ തന്നെ കണ്ടിന്യൂ. ഞാൻ മാമിനോട് പറഞ്ഞേക്കാം, ഈ പോർഷൻ ടോപ്പിക്കിനെ ഒന്നുകൂടെ ഇടാൻ ഞാൻ പറഞ്ഞേക്കാം. ഡൗട്ട് ചോദിക്കാനും ഇപ്പൊ എനിക്ക് നിർവാഹമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കി പുതിയ 2 ആൾക്കാരും എന്നെ പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ആ ഡ്യൂട്ടി എന്താ ഉള്ളതെന്ന് വെച്ചാൽ തീർത്തിട്ട് എനിക്ക് ഇന്ന് 12 മണിയുടെ ഡ്യൂട്ടി 9 തൊട്ട് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ അത് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്തേക്കാം. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ.